എൻ്റെ പേര് സാബു വർഗീസ്. ഞാൻ കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ ആയിരുന്നു. ഹൈക്കോടതിയിലെ സേവനത്തിന് ശേഷം കൊച്ചിയിലുള്ള തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയിലും ലോവർ കോടതിയിലുമായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം അധ്യാപക ജോലിയും കൂട്ടത്തിൽ കൗൺസിലിംഗ് പ്രാക്ടീസും ചെയ്യുന്നു. അരനൂറ്റാണ്ട് കാലമായിട്ട് കൊച്ചിയിലും പരിസര പ്രദേശത്തുമായി നിരന്തര സഞ്ചാരം നടത്തുന്ന എൻ്റെ മനസ്സിൽ കൊച്ചിയുടെ വികസന സ്വപ്നങ്ങളെപ്പറ്റി അനേകം ചോദ്യങ്ങൾ അവശേഷിച്ചു. ഈ കാലം അത്രയും കൊച്ചി നഗരത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടെ കാണുന്ന പ്രശ്നങ്ങളും അവയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള പല പരിഹാരങ്ങളും, ഇതേപോലെയുള്ള ഒത്തിരി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഞാൻ പലപ്പോഴും ഇടപെടാറുമുണ്ട്. ഇപ്പോ എൻ്റെ മനസ്സിൽ തോന്നിയ കുറെ ആശയങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളിലേക്കും അതോടൊപ്പം കോർപ്പറേഷൻ അധികാരികളിലേക്കും മേയറിലേക്കും ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്കും പെടുത്തിയാൽ ഒരു പരിധിവരെ പരിഹാരം കാണാവുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തി. അരനൂറ്റാണ്ട് കാലമെങ്കിലുമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ കൊച്ചിയിലെ മുഖ്യ പ്രശ്നം ഏതൊരാൾക്കും നോക്കിയാൽ അറിയാൻ പറ്റും. ട്രാഫിക് പ്രശ്നങ്ങളും റോഡിന്റെ അപര്യാപ്തതയും ആണ് യഥാർത്ഥ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത്. എവിടെ നോക്കിയാലും നിരന്തരമായ ട്രാഫിക് പ്രശ്നം. ഒരു 100 വർഷം മുമ്പ് 1925 ആണെന്നാണ് എൻ്റെ ഇന്ന് കാണുന്ന MG റോഡ് 70 ഫീറ്റ് റോഡ് എന്ന് പറഞ്ഞ് നിർമ്മിച്ചപ്പോൾ കൊച്ചി നഗരത്തിൽ അന്ന് മോട്ടോർ വാഹനങ്ങൾ ആകെ 2 ആണ് ഉണ്ടായിരുന്നെന്ന് കേട്ടു. അന്ന് പലരും പറഞ്ഞു, എന്തിനാണ് ഈ 2 വാഹനങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു റോഡ്? പക്ഷെ ഇന്ന് കൊച്ചി നഗരത്തിൽ ഒരു ദിവസം 2 ലക്ഷക്കണക്കിന് വാഹനങ്ങളുടെ ഓട്ടത്തിന്റെ ഇതില് ഒരു 1,00,000 മടങ്ങെങ്കിലും വർദ്ധിച്ചു. പക്ഷെ റോഡ് എത്രമാത്രം വികസിച്ചു എന്ന് നമുക്കറിയാം. കൊച്ചി നഗരത്തിലെ മുഖ്യമായി നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന പ്രശ്നം, ഒരു മെയിൻ റോഡിൽ ഒരു വണ്ടി നിർത്തിയാൽ അതിന് പുറകെ ബ്ലോക്ക്. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, ടാക്സി സ്റ്റാൻഡുകളെല്ലാം പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് റോഡ് സൈഡിലേക്ക് തന്നെ പല സ്ഥലങ്ങളിലും കാൽനട ഭീഷണിയാണ്. ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തിയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുറകിൽ രൂപപ്പെടുന്ന വലിയ ബ്ലോക്ക്. പ്രൈവറ്റ് ഒരു വണ്ടി കൊണ്ട് കൊച്ചി സിറ്റിയിൽ ആളുകൾക്ക് വരാൻ വലിയ ഭയമാണ്. കാരണം എവിടെ പാർക്ക് ചെയ്യുന്നുള്ളതിനെ പറ്റി ഉത്തരവില്ല. ഒരു മഹാഭാഗ്യ പരീക്ഷണമാണ് പ്രൈവറ്റ് വണ്ടി കൊണ്ട്, ഒരു കാറ് കൊണ്ട് കൊച്ചി നഗരത്തിൽ, ഈവൻ 2 വീലർ കൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ എത്തുക വലിയ ഒരു. ഇതിനെല്ലാം കൊച്ചി നഗരത്തിൽ കുറച്ച് 10-20 ലൊക്കേഷൻ അതിനുള്ള യഥാർത്ഥ പരിഹാരം ആണ്, ചോദ്യവും പരിഹാരമാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതിൽ നമുക്ക് ഇതിനകത്ത് ഞാൻ കണ്ടെത്തിയ ഒരു വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ, കാൽനടക്കാർക്ക് പോലും വഴിയാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് റോഡിന്റെ സ്ഥലപരിമിതി മൂലം കാൽനടക്കാർക്ക് പോലും നടക്കാൻ സാധിക്കാത്തടത്ത് കൊച്ചി നഗരത്തിൽ തന്നെ അക്ഷയ ഖനി പോലെ അനേകം സ്ഥലങ്ങൾ ഉപയോഗിക്കാതെയും കിടക്കുന്നു. ഈ റോഡിനോട് ചേർത്ത് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഉപയുക്തതയെ പറ്റിയാണ് മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം കാൽനടക്കാർക്ക് വഴി നടക്കാൻ സാധിക്കാത്ത റോഡിന്റെ തൊട്ട് മതിൽക്കെട്ടിനകത്ത് തന്നെ സർക്കാർ ഉടമസ്ഥതയിലും വിവിധ വകുപ്പുകളുടെ ഉടമസ്ഥതയിലും പല കോർപ്പറേറ്റ് ഏജൻസികളുടെ ഉടമസ്ഥതയിലും സ്കൂളുകളുടെ ഉടമസ്ഥതയിലും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഉടമസ്ഥതയിലും 1 നൂറ്റാണ്ട് കാലമായിട്ട് പോലും ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾക്ക് ശരിക്കും ഒരു മനുഷ്യനും ഉപയോഗിക്കാതെ കാട് പിടിച്ചു കിടക്കുന്ന മതിൽക്കെട്ടിനകത്തുള്ള സ്ഥലങ്ങൾ അനേകം. ഇവിടെ ഉപയുക്തതയുടെ ഒരു പ്രശ്നമാണ്, ഒരു യൂട്ടിലിറ്റി റേഷ്യോ. ആ സ്ഥലങ്ങൾ എത്ര ആളുകൾ ഉപയോഗിക്കുന്നു? അതേസമയം അത് ഈ റോഡിനോട് അറ്റാച്ച് ചെയ്താൽ
എത്രയോ ലക്ഷം ആളുകൾക്ക് ഉപയുക്തമാകും എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഈ ഉദ്യമത്തിലൂടെ ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാതെ കിടക്കുന്ന കൊച്ചി നഗരത്തിലെ അനേകം സ്ഥലങ്ങൾ മനുഷ്യർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ തുറന്നു കൊടുത്താൽ, അതും സർക്കാർ ഉടമസ്ഥതയിലും പബ്ലിക് സെക്ടർ ഇതിനകത്ത് പല വകുപ്പുകളുടെ കീഴിൽ, കോർപ്പറേഷന്റെ കീഴിലും എല്ലാം കിടക്കുന്ന സ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കൺവേർട്ട് ചെയ്താൽ ഈ കൊച്ചു നഗരത്തിന്റെ മുഖ്യമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അങ്ങനെ നിധി പോലെ കിടക്കുന്ന ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് ഇതിനകത്ത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ വിഷയം. ഞാൻ മുഖ്യമായും കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സ്ഥലങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ KPCC ജംഗ്ഷൻ, പാർക്ക് അവന്യൂ, ഹൈക്കോടതി പരിസരത്തുള്ള ഭീമമായ ഗതാഗത പ്രശ്നങ്ങൾ, പാർക്കിംഗ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, ദർബാർ ഗ്രൗണ്ട് പ്രദേശത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ കച്ചേരിപ്പടി പ്രദേശത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് 1 by 1 ആയിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ആദ്യത്തെ സ്പോട്ടായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്തതിൽ ആദ്യത്തെ സ്പോട്ട് KPCC ജംഗ്ഷനോട് ചേർന്ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടും അതുമായിട്ട് ഏത് രീതിയിൽ ആളുകൾക്ക് ഭംഗിയായ രീതിയിൽ ആ പ്രദേശം ഉപയോഗിക്കാം എന്നുള്ള കാര്യവുമാണ്. നമ്മൾക്ക് KPCC ജംഗ്ഷൻ, മെട്രോ, KPCC ഓഫീസ്, ആ പരിസരങ്ങളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അറിയാം അവിടെയുള്ള യഥാർത്ഥ പ്രശ്നമെന്ന്. മെട്രോ സ്റ്റേഷന്റെ മുമ്പിൽ ആണ് അവിടുത്തെ ഓട്ടോ പാർക്കിംഗ്. അതിന് തൊട്ടിപ്പുറം മുന്നേ ബസ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ രൂപപ്പെടുന്ന വലിയ ഗതാഗത കുരുക്ക്. പാർക്ക് അവന്യൂയുടെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്നത് KPCC ഓഫീസിന് മുമ്പിൽ, അതിന് പുറകിൽ രൂപപ്പെടുന്ന കുരുക്ക്. KPCC ജംഗ്ഷനിൽ നിന്ന് മഹാരാജാസ് ഗ്രൗണ്ടിനോട് ചേർന്ന് അങ്ങോട്ട് പോകാൻ പാത്ത് വേ പോലുമില്ല. ആളുകൾ അങ്ങേയറ്റം നടക്കാൻ യാതൊരു സൗകര്യമില്ല. അവിടെ സ്ഥിരം വെള്ളം കെട്ടിക്കിടക്കുകയും പാത്ത് വേ ഇല്ല. അതിൽ നടക്കുക മീൻസ് സാഹസമാണ്. പിന്നെ മെട്രോയിൽ വരുന്ന ഒരാൾക്ക് പോലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മെട്രോയിൽ പാർക്ക് ചെയ്യുന്ന 2 വീലറുകൾ പോലും ഇപ്പറേ ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്യുക. വേറൊരു ഓട്ടോ സ്റ്റാൻഡ് ഇതിന്റെ KPCC ജംഗ്ഷന്റെയും ESI ഡിസ്പെൻസറിയുടെ അപ്പുറം ചന്ദ്രശേഖര മേനോൻ റോഡിന്റെ അവിടെ റോഡിലേക്ക് കയറ്റിയാണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ജംഗ്ഷന്റെ മൊത്തത്തിൽ ആകെ ശ്വാസം മുട്ടി. കൊച്ചി നഗരത്തിന്റെ ഏറ്റവും ഹൃദയ ഭാഗമാണ് KPCC ജംഗ്ഷൻ. ആ ഭാഗത്ത് ശ്വാസം മുട്ടി തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന അവസ്ഥ. ഒരു മനുഷ്യന് ഒരു വണ്ടിയായിട്ട് അവിടെ പോകാൻ പറ്റില്ല. ബസ് അതിന്റെ പ്രശ്നങ്ങൾ, അത് എല്ലാ തലത്തിലും ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിക്കൂടെ എന്നുള്ളതാണ്. ഒരു കണ്ണ് ഒന്ന് മാറ്റി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ ഒരു വാലറ്റം പോലെ അതിന്റെ കിഴക്ക് തെക്ക് മൂല ഒന്ന് നോക്ക്. മെട്രോ സ്റ്റേഷന്റെ പുറകിലൂടെ ഒരു റോഡ് ഈ മഹാരാജാസ് മെയിൻ ഗ്രൗണ്ടിനെയും ഈ ഭാഗത്തെയും തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KPCC ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് കുറച്ചങ്ങ് നീങ്ങിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷന്റെ ഒരു ഓഫീസുണ്ട്. അതിന് കിഴക്ക് വശത്ത്, അതിന്റെ ഗേറ്റിന്റെ കിഴക്ക് വശത്തും ഈ മെട്രോ സ്റ്റേഷന്റെ പുറകിലുള്ള റോഡിന്റെ ഭാഗവും മാറ്റി ഇപ്പുറം ഒരു കോർണർ ഒന്ന് നോക്കിയാൽ ഈ പ്രദേശം യാതൊരുവിധ ഉപയോഗങ്ങൾക്കും ഇന്ന് എടുത്തിട്ടില്ല. പണ്ട് ഒരു 50 വർഷം മുമ്പ് ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ എക്സിബിഷനൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ പലതും കെട്ടി ചെയ്തു. ടെമ്പററി ഇത് പെർമനന്റ് പർപ്പസിന് ഒരു കാര്യത്തിനും ആ ഏരിയ ഇന്ന് ഉപയോഗിക്കപ്പെട്ടില്ല. അവിടെ വലിയ തണൽ മരങ്ങളുണ്ട്. മഹാരാജാസ് ഗ്രൗണ്ട് ഇന്ന് വലിയ വലിയ മത്സരങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം കല്ലൂർ സ്റ്റേഡിയം വന്നതിന് ശേഷം ഈ ഒരു ഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോളേജ് ഓഫ് എഡ്യൂക്കേഷന് കിഴക്ക് വശവും മെട്രോ സ്റ്റേഷന്റെ ബാക്കിലേക്ക് മെയിൻ ഗ്രൗണ്ടിനെ ഇതിനെ വേർതിരിക്കുന്ന ഗ്രൗണ്ടിന്റെ തെക്ക് വശവും പൊതു ഉപയോഗത്തിനായിട്ട് റോഡിലേക്ക് മാറ്റിയിടാമെങ്കിൽ അത് കൊച്ചി നഗരത്തിന്റെ ഏറ്റവും വലിയ ഹൃദയഭാഗത്ത് ഏറ്റവും വലിയൊരു വികസനമാകും. മെട്രോയ്ക്ക് പാർക്കിംഗ് എടുക്കാം. ഇന്ന് ഈ ഫുട്പാത്തിൽ കാണുന്ന സകലതും അങ്ങോട്ട് പോകും. പത്മ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ, ഏത് ബസ്സുകളും ബസ് ഓടുന്ന ട്രാക്കിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട പുറകെ വരുന്ന വണ്ടികൾക്കും അവിടെ ഒരു ബസ് ബേ കൊടുക്കാം. KPCC ജംഗ്ഷന് മുമ്പിൽ ഇന്നൊരു ബസ് ബേ, ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടെങ്കിലും ബസ് നിർത്തുന്നത് മെയിൻ ട്രാക്കിലാണ്. അതുകൊണ്ട് പുറകിൽ അവിടെയും ഒരു ബസ് ബേ കൊടുക്കാം. ഇവിടെ മെട്രോയുടെ
പാർക്കിംഗ്, ഇത് ടാക്സി, ഓട്ടോ കംപ്ലീറ്റ് ഈ വശത്തേക്ക് മാറ്റാം. ചന്ദ്രശേഖര മേനോൻ റോഡിന്റെ മൂലയ്ക്കുള്ള ഓട്ടോക്കാർക്ക് ഇങ്ങോട്ട് മാറാം. 2 സ്ഥലത്തും ബസ് ബേ ആയി. ഇനി അവിടെ വലിയ തണൽ മരങ്ങളുണ്ട്. നഗരത്തിൽ വരുന്നവർക്ക് സുഗമമായി വിശ്രമിക്കാൻ പാകത്തിന് ആ തണൽ മരങ്ങളുടെ ചുവട്ടിൽ, ഇന്ന് ഏതെങ്കിലും പക്ഷികളും ഇഴജന്തുക്കളും മാത്രം കയറിയിരിക്കുന്ന ആ ഭാഗം നല്ല ആളുകൾക്ക് ഒരു വിശ്രമത്തിനുള്ള ഏരിയ. 1-2 ടീ വെൻഡേഴ്സും അവിടെ ജോലിയില്ലാത്തവർക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലത്. ടാക്സി സ്റ്റാൻഡ്, പ്രൈവറ്റ് വരുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്. ഈവൻ KPCC ഓഫീസിൽ വരുന്ന KPCC ഭാരവാഹികളുടെ കാറുകൾ പോലും റോട്ടിൽ കിടന്ന് അവിടെ ബ്ലോക്ക്, അവർക്ക് പാർക്കിംഗ് കിട്ടി. എല്ലാ രീതിയിലും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആകെ നമ്മൾ എന്താ പറയുക, ഇത്രയും മുരടിച്ച് കിടക്കുന്ന ഒരു തളർവാദം പിടിച്ച രോഗി ആകെ നടക്കാൻ വയ്യാത്ത രീതിയിൽ അവിടെ കിടക്കുന്നു. ഈ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തളർവാദ രോഗിക്ക് ഊർജ്ജപ്രവാഹം, നല്ല രക്തപ്രവാഹം കിട്ടി ചടുലതയോടെ നടക്കുന്ന പോലെ മൊത്തം ഈസിനെസ് അവിടെ വരും. ആ പ്രദേശത്തിന് നിന്റെ ഐശ്വര്യം എത്രമാത്രം ആണെന്നോ അതേപോലെ നടപ്പാത ഈ മരങ്ങളോട് ചേർന്ന് ഇതിന്റെ പുറകിലൂടെ നല്ലൊരു നടപ്പാത കൊടുക്കാം. മൊത്തത്തിൽ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഐശ്വര്യപൂർണമാകും. വലിയൊരു വികസനത്തിന്റെ സൂചന അതിലൂടെ കിട്ടും. ഒട്ടും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലമാണ് എടുത്ത് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഉപയോഗത്തിനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉപയുക്തത, ഒരു യൂട്ടിലിറ്റി റേഷ്യോ നോക്കിയാൽ തന്നെ ആരും ഉപയോഗിക്കാത്ത സാധനം ഒരു 2 ലക്ഷം പേർക്കെങ്കിലും ഡെയിലി ഉപയുക്തമാകുന്ന രീതിയിൽ ഹൈലി ഡെവലപ്മെന്റ് അവിടെ എത്തും. ഈ ഒരു ഭാഗം ഞാൻ ജനപ്രതിനിധികളുടെയും കോർപ്പറേഷൻ അധികാരികളുടെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെയും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ശക്തമായ ഇടപെടലുകൾ, ആരുടെ കയ്യിലാണ് ഓണർഷിപ്പ് എനിവേ ഇറ്റ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഗവൺമെന്റ് ഏജൻസി. ആ ഗവൺമെന്റ് പ്രോപ്പർ ട്രാൻസ്ഫർ, പ്രോപ്പർ ഇടപെടലുകൾ നടത്തി കൊച്ചി വികസനത്തിന് അങ്ങേയറ്റം ആക്കം കൂട്ടുന്ന ഈ ഒരു നിർദ്ദേശം പരിഗണിക്കപ്പെടണം എന്ന അഭ്യർത്ഥനയോടെ സമർപ്പിക്കും.